കൊല്ലം കൊട്ടാരക്കരയിൽ അതിക്രൂര കൊലപാതകം. ഭാര്യയെ ഭർത്താവ് ശ്വാസം മുട്ടിച്ച ശേഷം കഴുത്തറുത്ത് കൊലപ്പെടുത്തി. പള്ളിക്കൽ സ്വദേശിനി സരസ്വതി അമ്മയാണ് കൊല്ലപ്പെട്ടത്. പോലീസ് സ്റ്റേഷനിലെത്തി ഭർത്താവ് സുരേന്ദ്രൻപിള്ള കീഴടങ്ങി. സംശയരോഗത്തിൻ്റെ പുറത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. മർദ്ദിക്കുമായിരുന്നു. സ്ഥിരം എന്ന് പറഞ്ഞാൽ ഒരു 6 മാസമൊന്നും ഒരു പ്രശ്നവും കാണത്തില്ല. വീണ്ടും ഒരു ചെറിയ വിഷയം ഉണ്ടാവും. അത് ഇവർ പുറത്താരോടും പറയത്തില്ല. അങ്ങനെ ഒരു പ്രാവശ്യം തലയിലങ്ങാണ്ട് പുള്ളിക്കാരൻ എന്തോ വെച്ച് അടിച്ച് ഇവിടെ ഈ കടയിൽ വന്നപ്പോൾ നമ്മൾ തൊട്ടടുത്താണ് താമസിക്കുന്നത്. ഇവിടെ ആരോ പറഞ്ഞ സതി ഇതുപോലെ സർസയെ വെച്ച് എന്തോ വെച്ച് അടിച്ച് രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കേസെടുക്കുമെന്നൊക്കെ പറഞ്ഞു. രാവിലെ എൻ്റെ ഹസ്ബൻഡ് ഒന്ന് ഇവിടെ നിന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഉറങ്ങി എന്തോ മണ്ണെണ്ണ വിളക്കിൻ്റെ കൂമ്പ് കൊണ്ടിട്ട് കയറിയത്, അല്ലാതെ ചേട്ടൻ ചെയ്തതല്ലെന്ന്. അപ്പോൾ അങ്ങനത്തെ ആളെ നമ്മളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു കേസ് പോലും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഇവരെപ്പോഴും ഹസ്ബൻഡിന് സപ്പോർട്ടാണ്. ഇവരുടെ ഓവർ സപ്പോർട്ട് കാരണമാണ് ഇവർക്ക് ഇന്നീ സംഭവിച്ചത്. ഇയാൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞാൽ മതി, ഒന്ന് കൊണ്ടുപോയിക്കൊണ്ടേനല്ലോ ആരെങ്കിലും. 2 ആമക്കൾ സ്ട്രോങ് ആയിട്ടുണ്ട്. ഇളയ മോനാണെങ്കിൽ ഗൾഫിൽ. അവനന്ന് പറഞ്ഞ് അമ്മയെ വിളിച്ചുകൊണ്ട് പോയി എവിടെയെങ്കിലും വാടകയ്ക്ക് താമസിപ്പിച്ചു, അച്ഛനും ഇവിടെ ഒറ്റയ്ക്ക് താമസിച്ചോട്ടെ എന്ന്. അന്നേരം ഇവരിറങ്ങി വന്നില്ല. ഇവരെ അവനെയും വിളിച്ചതാണ്, എല്ലാവരും വിളിച്ചതാണ്. ഭർത്താവ് എന്ന് പറഞ്ഞ് കിടക്കുന്നൊരു സ്ത്രീയായിപ്പോയി. ഇന്നലെ ഞങ്ങൾ രാത്രി ഇവിടെ ഒന്ന് സന്തോഷമായിട്ട് സംസാരിച്ച് എല്ലാം പോയതാ. ഇന്നലെ ഒന്നും പുള്ളിക്കൊരു കുഴപ്പമില്ല, ഒരു അടിയും വഴക്കമുള്ളൊരു ഇതൊന്നും അല്ലായിരുന്നു ഇവിടെ. പിന്നെ പുള്ളിക്ക് മാനസിക രോഗം എന്നുള്ള രീതിയിലൊക്കെ നാട്ടുകാർ വെറുതെ പറയുന്നത്. അങ്ങനെ അങ്ങനെ ഒരു കുഴപ്പങ്ങളും ഇല്ല. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് കാണുന്നതാണ്. അങ്ങനെ മാനസിക രോഗപരമായിട്ടുള്ളൊരു കുഴപ്പങ്ങളും ഇല്ല അങ്ങേർക്ക്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് താഴെ പോയൊരു ഓട്ടോ വിളിച്ച്, നമ്മുടെ ഒരു അയൽക്കാരനുണ്ട് ബാബു എന്ന് പറയുന്നത്, പുള്ളിക്കാരൻ്റെ ഓട്ടോയും വിളിച്ച് പോകുന്ന വഴിക്ക് കൈ ഇങ്ങനെ മുറിഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചത് എന്തോ പറ്റിയെന്ന് ചോദിച്ചു. അവൻ്റെ കൈ മുറിഞ്ഞാടാ, നീ അങ്ങോട്ട് കൊട്ടാരത്തിലോട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. നേരെ ഇവിടെ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തിയിട്ട് അവിടെ ഇറങ്ങിയിട്ട് പറഞ്ഞ് ഇതേപോലെ എൻ്റെ ഭാര്യയെ ഞാൻ വെട്ടിക്കൊന്നോളാന്ന് പറഞ്ഞ്. അപ്പോഴത്തേനും പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ഓട്ടോ അകത്തോട്ട് കയറ്റി എസ് എടുത്ത് പറഞ്ഞു ഇങ്ങനെ കാര്യം പറഞ്ഞ്. അപ്പം തന്നെ മൂത്ത മരുമോളെ തന്നെ ഇയാൾ തന്നെ വിളിച്ച് പറഞ്ഞ് ഇതേപോലെ ഇളയ മരുമോളുടെ അടുത്ത് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞേക്ക്, അവളെ ഞാൻ വെട്ടി ഇട്ടേക്കുവാന്ന് പറഞ്ഞു. ഇന്നലെ വൈകിട്ടും ഞങ്ങളിവിടെ ഒരു 6:30 വരെ ഞങ്ങളിവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന ഒരു വ്യക്തിയെ ഒരു മാനസിക രോഗവും അയാൾക്കില്ല. അതിൻ്റെ പേരിൽ ഇനി ഇയാളെ വെറുതെ വിടാൻ ആ ഒരു കാര്യം പറഞ്ഞ് ദയവ് ചെയ്ത്, ഞങ്ങൾ ബന്ധുക്കൾക്ക് അറിയാവുന്നതിൻ്റെ അത്രയൊന്നും നാട്ടുകാർക്ക് അറിയത്തില്ലല്ലോ. അയാൾക്ക് ഒരു മാനസിക രോഗമില്ല. മാനസിക രോഗം ഉണ്ടെന്ന് പറയണമെങ്കിൽ ഇയാൾ എന്തെങ്കിലും ഈ വീട്ടിൽ കാണിക്കുന്ന ഈ നാട്ടുകാർ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവണം. അങ്ങനെ പോലും ഒരു കാര്യങ്ങൾ ഈ വീട്ടിന് വെളിയിലോട്ട് ഒരു ഒച്ചപ്പാടോ ബഹളമോ കേൾക്കാറില്ല. പിന്നെ ഇയാൾ എന്തിൻ്റെ അർത്ഥത്തിൽ ഇയാൾ മാനസിക രോഗിയാന്ന് പറയുന്നത്? ഒന്ന് ഉപദ്രവിച്ച് കഴിഞ്ഞാൽ പറയത്തില്ല എൻ്റെ ഭർത്താവ് അടിച്ചതെന്ന്. ഇപ്പോഴും അവർക്ക് ഒരു ശകലം ശ്വാസം ഉണ്ടെങ്കിൽ അവർ പറയും എൻ്റെ ഭർത്താവ് ചെയ്തതല്ല എന്ന് പറയും. അത്രയ്ക്ക് സ്നേഹമുള്ളൊരു സ്ത്രീയാണ്. ഇന്നലെ വന്നപ്പോഴും ഞാൻ ചോറ് വെച്ചേക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാടെ ഇത് 2 പാത്രത്തിലൊക്കെ ചോറിട്ട് വെച്ചേക്കുന്നത്? ഒരെണ്ണം ചേട്ടന് ചൂടോടെ കൊടുക്കാനാണ്. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ ചേരുന്നു. ഷമീർ, നിരന്തരമായ ഗാർഹിക പീഡനം നേരിട്ടിരുന്നു ഈ കൊല്ലപ്പെട്ട സരസ്വതി അമ്മ എന്നുള്ളതാണ് അവിടെ നിന്നും നാട്ടുകാർ പറയുന്നതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. ഈ കൊലപാതക കാരണം എന്താണ് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്? പോലീസിനോട് ഇയാൾ പറഞ്ഞിരിക്കുന്ന കുറ്റസമ്മത മൊഴി എന്താണ്? ലക്ഷ്മി പത്മ, ഇന്ന് രാവിലോടുകൂടിയാണ് ഈ സംഭവം നടന്നത്. ഭാര്യയെ കയറുപയോഗിച്ച് കെട്ടി മുറുക്കിയ ശേഷം വെട്ടുകത്തി ഉപയോഗിച്ച് അടുക്കളയിൽ വെച്ച് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിനുശേഷം ഇയാൾ ഇവിടെ നിന്ന് ഈ ജംഗ്ഷനിൽ നമുക്ക് ഈ കാണുന്ന പുറകിൽ കാണുന്ന വീട്ടിലാണ് ഈ സംഭവം നടന്നത്. ഇതിനുശേഷം ഇവിടെ നിന്നും ഒരു ഓട്ടോ വിളിച്ചാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. പോലീസ് സ്റ്റേഷനിലെത്തി തൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തി എന്നാണ് ആദ്യം SHOയോട് പറയുന്നത്. ഇത് സ്ഥിരീകരിക്കാനായി പോലീസ് ഈ വീട്ടിലേക്ക് വരികയും സംഭവം കാണുകയും ചെയ്യും. രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന സരസ്വതി അമ്മയാണ് പോലീസ് കണ്ടത്. ഇയാൾ ഇതിനു മുമ്പും സമാനമായി ഭാര്യയെ നിരന്തരമായി ഉപദ്രവിക്കുമായിരുന്നു എന്ന ബന്ധുക്കളുടെ സൗണ്ട് ബൈറ്റാണ് നമ്മൾ അല്പം മുമ്പ് കേട്ടത്. ഈ കൊലയ്ക്ക് ആധാരമായ സംഭവം എന്താണ് എന്നറിയില്ല. ഇതിനു മുമ്പ് സമാനമായി മർദ്ദനം നടന്നപ്പോൾ ബന്ധുക്കളും അതുപോലെ മുതിർന്ന ആൾക്കാരുമൊക്കെ എത്തി ഇതിൽ പരിഹാരമുണ്ടാക്കി. അപ്പോൾ ബന്ധുക്കളോട് പറഞ്ഞു, ഇനി നിന്നെ ഞാൻ ഒരിക്കലും അടിക്കില്ല എന്ന് അവരോട് പറയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം വരെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളൊക്കെ തന്നെ ഈ വീട്ടിലുണ്ടായിരുന്നു. ഇയാളുടെ 2ാമത്തെ മകനും ഭാര്യയും ഈ വീട്ടിലാണ് താമസിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി ഈ മകളുടെ ഭാര്യ പുറത്തേക്ക് പോയ സമയത്താണ് ഇത്തരത്തിൽ ഈ ഒരു കൊലപാതകം നടന്നത്. ഈ കൊല നടത്തിയ ശേഷം മകൻ്റെ ഭാര്യയും ഈ സുരേന്ദ്രൻ ഫോണിൽ വിളിച്ച് പറയുന്നു, നീ ഇനി ഇവിടേക്ക് വരണ്ട, അമ്മയെ ഞാൻ കൊലപ്പെടുത്തി എന്ന് പറയുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഇയാൾ ഇത്തരത്തിലൊരു കൃത്യം നിർവഹിച്ചതെന്നുള്ള കാര്യത്തിൽ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ സ്വീകരിച്ച ശേഷം ഈ ബോഡി ഈ വീട്ടിൽ നിന്ന് മാറ്റി ആംബുലൻസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും മകൻ ഇവിടെ ഉണ്ട്.
ഉണ്ട്. മറ്റ് ബന്ധുക്കളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. എന്തായാലും 62 വയസ്സ് പ്രായമുണ്ട് ഈ സാത്രിക്ക്. 62 വയസ്സ് പ്രായമുണ്ട്. ഇദ്ദേഹത്തിന് നിരന്തരമായ സംശയ രോഗമുണ്ട് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പക്ഷേ ഇതൊന്നും തന്നെ പോലീസ് മുഖവിലേക്ക് എടുക്കുന്നില്ല. മറ്റെന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് പോലെ ഇൻഷുറൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഇത് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില വാക്കുതർക്കങ്ങൾ ഈ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇതിലെല്ലാം ഒരു കൃത്യത വരുത്തേണ്ടത് പോലീസാണ്. എന്തായാലും പോലീസ് ഇൻക്വസ്റ്റ് നടപടികളും മറ്റ് ബന്ധുക്കളുടെയൊക്കെ മൊഴി സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മൃതദേഹം ഇപ്പോൾ ഈ വീട്ടിൽ നിന്നും നീക്കി. എന്തായാലും നാടിന് നെട്ടിച്ച ഒരു അരും കൊലപാതകം. സ്വന്തം ഭാര്യയെ വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ട ശേഷം വെട്ടുകത്തി ഉപയോഗിച്ച് കഴുത്തറുത്ത് മാറ്റുന്ന ഒരു അത്യധികം അതിക്രൂരമായ ഒരു കൊലപാതകമാണ് ഈ വീട്ടിൽ നടന്നിരിക്കുന്നത്. ലക്ഷ്മി പത്മ.